വാർത്താമാധ്യമങ്ങളിൽ മുഴുവനും ഇപ്പോൾ ഗ്രീഷ്മയാണല്ലോ ചർച്ച. തന്നെ ജീവനോളം സ്നേഹിച്ച തന്റെ കാമുകനെ വിഷാംശം നിറഞ്ഞ കഷായം കൊടുത്തുകൊണ്ട് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയ ഗ്രീഷ്മ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് ഇന്ന് നെയ്യാറ്റിൻകര കോടതി ശിക്ഷാവിധി പുറപ്പെടുവിച്ചു. വധശിക്ഷയായിരുന്നു അത്. ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ ജനങ്ങളും വളരെയധികം ആഗ്രഹിച്ച ഒരു വിധി തന്നെയായിരുന്നു അത്. ആ വിധിയിൽ എല്ലാവരും സന്തുഷ്ടരാണ്. പക്ഷേ ആ വിധി പറഞ്ഞ ആ ഒരു ജഡ്ജിയെക്കുറിച്ച് നമ്മൾ ആരും മനസ്സിലാക്കാതെ പോകരുത്. എല്ലാവരുടെയും സ്നേഹവും പ്രശംസയും പിടിച്ചു പറ്റിയ ഷാരോണിന്റെ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞ നെയ്യാറ്റിൻകര ജഡ്ജിയായ എം ബഷീർ സാർ. അദ്ദേഹം നിയമസഭാ മുൻ സെക്രട്ടറി ആയിരുന്നു. അതിലുപരി ഒരു സാഹിത്യകാരൻ കൂടിയാണ്. നിരവധി നോവലുകളുടെയും കഥാസമാഹാരങ്ങളുടെയും സഞ്ചാര സാഹിത്യത്തിന്റെയും രചയിതാവാണ് അദ്ദേഹം. അണുവിട വിടാതെ പ്രതിക്ക് അർഹതപ്പെട്ട തൂക്കുമരം നൽകിയ എം ബഷീർ സാർ. കേരളത്തിൽ 2 സ്ത്രീകൾക്ക് മാത്രമാണ് വധശിക്ഷ വിധിക്കപ്പെട്ടത്. ആ 2 വധശിക്ഷയും വിധിച്ചത് ഇദ്ദേഹമായിരുന്നു. 2024 മെയ്യിലാണ് ശാന്തകുമാരി കേസിലെ വിധി വന്നത്. സ്വർണ്ണാഭരണങ്ങൾ കവരാൻ വേണ്ടി വയോധികയായ ശാന്തകുമാരിയെ റഫീഖ ബീവി കൊലപ്പെടുത്തുകയുണ്ടായി. ഈ ശാന്തകുമാരിയുടെ അയൽവാസിയായിരുന്നു റഫീഖ ബീവി. കൂട്ടുപ്രതികളായ അൽ അമീൻ, റഫീഖയുടെ മകൻ ഷെഫീഖ് എന്നിവർക്കും അന്ന് വധശിക്ഷ ലഭിച്ചു. അങ്ങനെ 8 മാസത്തിനിടെ 4 വധശിക്ഷ വിധിക്കുന്ന, 4 തൂക്കുകയറി വിധിക്കുന്ന ഒരു ജഡ്ജിയായി ശ്രദ്ധ നേടുകയാണ് എം ബഷീർ സാർ. ഇതോടൊപ്പം ഈ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായ വിനീത് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം വാദിച്ച 4 കേസിലെ പ്രതികളും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ്. അതിൽ 4ാമത്തേത് ഗ്രീഷ്മയാണെന്ന് ഓർക്കുക. അതോടൊപ്പം ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ, അവരുടെ പങ്ക് വളരെയധികം വലുതായിരുന്നു. ഇത്തരത്തിലെല്ലാം തികഞ്ഞുള്ള വളരെയധികം കൃത്യമായ ഒരു വിധിയായിരുന്നു ഇത്. നോക്കൂ, പലപ്പോഴും പ്രതികൾക്കങ്ങനെ വധശിക്ഷ ലഭിക്കാറില്ല. കൂടിപ്പോയാൽ ജീവപര്യന്തമാണ്. ഈ വധശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും കഠിനമായ, ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങൾക്കാണ് സാധാരണ വധശിക്ഷ വിധിക്കാറുള്ളത്. പക്ഷേ ഇത്തരം വിധികളും ആ വിധികൾ പുറപ്പെടുവിക്കുന്ന ജഡ്ജികളും ഇത്തരത്തിലുള്ള കൊലപാതകികൾക്കും ക്രൂരന്മാർക്കും ഒരു പേടി സ്വപ്നമായി മാറുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. പലപ്പോഴും കുറ്റകൃത്യം ചെയ്യുന്ന കുറ്റവാളികൾ അവർ കുറ്റകൃത്യം ചെയ്തിട്ട് വളരെയധികം നിസ്സാരമായി ചിരിച്ചുകൊണ്ട്, ഒരു ഭാവഭേദ വ്യത്യാസവുമില്ലാതെ, ഒരു കൂസല് പോലും ഇല്ലാതെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തു കൂട്ടാറുള്ളത്. ജയിലിലേക്ക് പോകുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് പോകാറുണ്ട്. പലതരത്തിലുള്ള കോഷ്ടികളും അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം ആളുകൾ ചെയ്യുന്നത് ഇന്ത്യയിലെ നീതി വ്യവസ്ഥയെ കളിയാക്കുകയാണ്. കാരണം അവർക്ക് കൃത്യമായി അറിയാം തങ്ങളെ കോടതികളൊന്നും ചെയ്യില്ല എന്ന്. ജയിലിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ഭക്ഷണവും നല്ല താമസ സൗകര്യവും ഒരുക്കി തരുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ കാരണമായി മാറുന്നത്. പക്ഷേ ഇതുപോലെ വളരെയധികം കർശനമായ വിധികൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക കുറ്റകൃത്യങ്ങളും നമുക്ക് പരമാവധി ഇല്ലാതാക്കാൻ കഴിയുമെന്നല്ല, കുറയ്ക്കാനെങ്കിലും കഴിയും. വധശിക്ഷകൾ പലപ്പോഴും ജീവപര്യന്തമായി മാറാറുണ്ട്. ഇവിടെ ഗ്രീഷ്മയുടെ കേസിലും ഒരുപക്ഷെ മേൽക്കോടതിയെ സമീപിച്ചു കഴിയുമ്പോൾ അത് ജീവപര്യന്തമായി മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ അത്രയും വർഷക്കാലം ജയിലിൽ കിടന്ന് അവർ അനുഭവിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ, അത് തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്. ഏതായാലും കേരള ജനത കാതോർത്തിരുന്ന ആ ഒരു വധശിക്ഷ വിധിച്ച ബഷീർ സാറിന് ഒരു ബിഗ് സല്യൂട്ട്.